दुकान में पर्चर लेकर आएगा, ठीक है। ऐसा ही बोल दिया, वो ऐसा ही बताया, कोई प्रॉब्लम नहीं है, अभी जाकर बताएगा तो वो ऐसा कम कर देगा। इसलिए मैं इधर आया। तो पूछो तो गाना पूछो 2000 നമ്മളിപ്പോൾ അവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് സാധനങ്ങൾ മേടിച്ച് ഇറങ്ങി ഇപ്പം വരെ ചാന്ദിനി ചൗക്കിലേക്ക് പോവാണ്. വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. ഇപ്പം റോഡിലാണെങ്കിൽ ബഹളവും തിരക്കും. നമ്മൾ കയറിയ വണ്ടിയിലും വേറെ രണ്ടുപേരും കൊണ്ട് അവരുടെ കൂടെ നമ്മൾ കയറിയത്. അവർ വാങ്ങിച്ചിട്ടുണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും പറയാനായിട്ട്. അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവരിത് ഇറങ്ങിയ ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മളിപ്പം അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. വണ്ടിയൊക്കെ പോണത് തന്നെ പുണ്യം. റോഡ് ഫുള്ള് ഇതാണ് റോഡിൻ്റെ അവസ്ഥ. രക്ഷയില്ല, ഭയങ്കര തിരക്ക്. ഇവിടെ ചെന്നിട്ടിനി ബാക്കിയുള്ള സമയങ്ങൾ രണ്ട് വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ പോകണത്. ഒരു വണ്ടിയിൽ കൊള്ളത്തില്ല, അങ്ങനെ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത്. ഒരു ബാച്ച് ഫ്രണ്ടിൽ പോയി, രണ്ടാമത് ഞങ്ങളാണ് ബാക്ക് പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് വേണം ഇനി ഒരുമിച്ച് ഇറങ്ങാനായിട്ട്. അപ്പോൾ ആദ്യം അവിടെ നിന്ന് എത്തിയിട്ട് ബാക്കി നോക്കാം. നമ്മൾ ഇറങ്ങി നടക്കുവാണ്. കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ടാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നടക്കണം. നടന്നു വന്ന വഴിക്ക് നല്ല പേരയ്ക്കാണ്. പക്ഷെ നമ്മളവിടത്തേക്കാൾ റേറ്റാണ് പേരയ്ക്ക. പക്ഷെ പേരയ്ക്ക കൊള്ള സംഭവം, പക്ഷെ ഭയങ്കര റേറ്റ്. ഒരു രക്ഷയില്ല, പേരയ്ക്ക കൊള്ളാം, ഭയങ്കര റേറ്റ്. ഒരു കാര്യമുള്ളൂ, വൃത്തി എന്ന് പറഞ്ഞ സാധനമില്ല. ഒരു തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും മോശമാണ് റോഡൊക്കെ. വൃത്തിയുള്ള ഒരു സ്ഥലം പോലും ഇല്ല. പക്ഷെ ഇത് എടുക്കാൻ പറ്റില്ല. എന്റെ ഇവന്റെ തല മാത്രമേ കാണാവൂടി, ബാക്കി കിട്ടണില്ല. ഇവിടെ ഇതിന്റെ തല പോലും കിട്ടണില്ല. എവിടെ ഇറങ്ങുമെങ്കിൽ എണ്ണി ഇറങ്ങണം, അതാണ് ചെയ്യാനുള്ളത്. വഴിയിൽ തൊഴിഞ്ഞു പോവാതിരുന്ന നോക്ക്. ഒന്നും കിട്ടുന്നില്ല. ഇവന്റെ കാല് അകത്തിരിക്കുന്നല്ലേ, നിങ്ങളുടെ കാല് മാത്രം. അങ്ങനെ ആ ഓട്ടയിൽ നിന്ന് ജീവനും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റി. പക്ഷെ പാവം അറിയാൻ ഞങ്ങളെല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ കയറ്റിയായിരുന്നു. അത് തന്നെ മഹാപാപം. നേരത്തെ രണ്ട് വണ്ടിയിലായിരുന്നു കയറ്റിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആ ഒരു സ്ട്രീറ്റിലോട്ട് വീണ്ടും എത്തി. ഇവിടെ ഒരു ചെറിയ പർച്ചേസിങ് കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് എല്ലാം കഴിക്കണം, വീട്ടിൽ പോകണം. അത്ര മാത്രമേ ഉള്ളൂ. നല്ല തളർന്ന് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിച്ച്. ഒരുപാടൊന്നും അങ്ങനെ വലിയ സംഭവം നമ്മൾ വിചാരിക്കുന്നത് നമ്മളിവിടെ ഭയങ്കര ലാഭമാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നണമെന്നില്ല. ഇതിനേക്കാളും നമ്മളവിടെ നിന്ന് വാങ്ങാൻ തോന്നുന്നു. അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് അവർ പറയണേ. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്താൽ 10-20 രൂപയൊക്കെ കുറയ്ക്കാം. അല്ലാതെ വലിയ റേറ്റൊന്നും അവർ കുറയ്ക്കണമെന്നില്ല. അങ്ങനെ കുറച്ച് വളരെ ചുരുങ്ങുന്നതാണ്. നമ്മൾ പറഞ്ഞു കുറേ സംഭവങ്ങളൊക്കെ ഓരോരുത്തരിൽ നിന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഇവിടെ ഞാൻ കണ്ടില്ല. വേറെ ഒരുപാട് സാധനങ്ങൾ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞില്ല. പക്ഷെ നമുക്ക് അതുപോലെ റേറ്റും ഉണ്ടല്ലോ. അത് റേറ്റ് കുറച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ലാഭത്തിന് കിട്ടുന്നൊന്നും എനിക്കങ്ങനെ വലിയ ഇതൊന്നും തോന്നിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് സാധനങ്ങൾ, വളരെ ചുരുങ്ങിയ സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ. അല്ലാതെ വലിയ സംഭവമൊന്നും വാങ്ങിച്ചില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മണി 5:30 ഞങ്ങൾ 12 ആ സമയത്ത് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് റൂമിലെത്തിയാൽ മതി. അത്രയ്ക്കും തളർന്നു ഞാൻ. എന്തായാലും 1-2 സാധനം കൂടി തപ്പി നടക്കുന്നുണ്ട്. പക്ഷെ സംഭവം കിട്ടിയിട്ടില്ല. നോക്കും, ഇല്ലെങ്കിൽ റൂമിലേക്ക് പോകും. കറങ്ങിയിട്ടൊക്കെ റൂമിലെത്തി. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഫുഡൂടെ കഴിച്ച് സുഖമായിട്ട് ഇറങ്ങുന്നു. ഇന്നത്തെ നാളെ രാവിലെ എഴുതിയിട്ട് താജ്മഹലിലേക്ക് പോകാം.